ജിന്നുകൾ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പള്ളിയാണത്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തുള്ള കീഴക്കരയിലുള്ള ജിന്നുകൾ നിർമ്മിച്ചൊരു പള്ളി. ഈ പള്ളിയുടെ തൊട്ട് മുൻപിൽ കാണുന്നത് ഔറംഗസീബ് ചക്രവർത്തിയുടെ ഗവർണറായ ബംഗാൾ ഗവർണറായിരുന്ന സീതി മറക്കാർ എന്നുള്ള ഒരു മഹാന്റെ ഖബറിടമാണ്, മക്കാമാണ് ഈ ഒരു കാണുന്നത്. ഇവിടുത്തെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളി കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. തൊട്ടുപുറത്ത് സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന സുഫി ഗുരുവിന്റെ മക്കാമും കാണാം. അതിവിടെ കുറച്ച് മുത്തഅലിമീങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പള്ളി ജിന്നുകൾ നിർമ്മിച്ചതാണത്രേ. ഇത് ഇവിടുത്തെ ഒരു സൂഫി ഗുരുവായിരുന്ന സദഖത്തുല്ലാഹിൽ കാഹിരി എന്നുള്ള വളരെ വലിയ കവിയും ഗ്രന്ഥകാരനും സൂഫി പണ്ഡിതനും മതപണ്ഡിതനുമായ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ജിന്നുകൾ നിർമ്മിച്ചു എന്നാണ് ഈ പള്ളിയെക്കുറിച്ചുള്ള വിശ്വാസം. ഞാനിവിടെ ചരിത്രകാരനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ജിന്നുകളൊന്നുമല്ല, ഇത് ആ കാലത്തുള്ളൊരു മനുഷ്യർ തന്നെ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ്. പക്ഷേ പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ജിന്നുകളുടെ നിർമ്മിച്ച പള്ളിയാണെന്നാണ്. ഒരു 18-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഈ ഒരു പള്ളിയുടെ ഒരു നിർമ്മാണം. ഈ പള്ളി നിങ്ങൾ കണ്ടോ? ഈ പള്ളിയുടെ തൂണുകളൊക്കെ മുഴുവൻ സീലിങ്ങും തൂണും എല്ലാം ചുമരും എല്ലാം കരിങ്കല്ലുകൾ കൊണ്ടാണ്. ഇത് വാൽനോക്കിന്ന് വരെയുള്ള ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള ഒരു ഭാഗത്തു നിന്നാണ് ഈ കല്ലുകൾ കൊണ്ടുവന്ന് ജിന്നുകൾ ഇത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഇതിൻ്റെ ബാക്കി കല്ല് വാൽനോക്കിയിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ ചെന്നപ്പോൾ ഈ തിരൂര് ഭാഗത്തുനിന്ന് ഒരു കൂട്ടം മുത്തഅല്ലിമീങ്ങൾ സിയാറത്ത് ടൂറിന് വന്നിട്ടുണ്ട്. ആ മുത്തഅല്ലിമീങ്ങളാണ് ഈ പള്ളിയുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ നിർമ്മാണത്തിൽ ഒരുപാട് കഥകളുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് അത്ര ജിന്നുകൾ ഈ പള്ളി നിർമ്മിച്ചത്. എന്നിട്ട് ആ പള്ളി നിർമ്മിച്ചിട്ട് നേരം പുലരുന്ന സമയത്തേക്ക് ഒരു കല്ല് ബാക്കി വെക്കാനുണ്ടായി. സുബഹി ആയപ്പോഴേക്കും ആ കല്ല് ഇപ്പോഴും ബാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പള്ളിക്കുള്ളൊക്കെ കണ്ടാൽ എന്തൊരു മനോഹരമാണ്. ഓരോ തൂണുകളും കരിങ്കല്ലുകൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയത് വളരെ സുന്ദരം. ഇതൊരു പള്ളിയാണെന്ന പ്രദേശത്തിൽ പറയുകയേ ഇല്ല. കാരണം ആ ഒരു തൂണുകളുടെ മേലൊക്കെ വാഴത്തണ്ട്, അതേപോലെ അതിൻ്റെ ഉണ്ണിത്തണ്ട്, ഇങ്ങനെയുള്ള മുന്തിരിക്കുലകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എത്ര സുന്ദരമാണെന്നറിയോ ഈ പള്ളിയുടെ ഒരു ഭംഗി. ഇവിടുത്തെ മഹാനവറുകളാണ് സദഖത്തുല്ലാഹിൽ കാഹിരി. ഈ പള്ളിയുടെ ചുമരിലൊക്കെ സദഖത്തുല്ലാഹിൽ കാഹിരി എന്നുള്ള ആ ഒരു സൂഫി ഗുരു രചിച്ച കവിതകൾ കാണാം. പള്ളിയുടെ ചുമരിൽ ഇന്നും അത് കൊത്തിവെച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ കേരളത്തിലെ പല പള്ളികളുടെ ചുമരിലും അക്കാലത്തെ സൂഫി ഗുരുക്കന്മാർ ചുമർ ചിത്രങ്ങളായിട്ട് കവിതകൾ എഴുതുമായിരുന്നു. അതൊക്കെ പിന്നീട് പെയിൻ്റ് അടിച്ച് മായ്ച്ചു. ഈ ഒരു കരിങ്കല്ലായതുകൊണ്ട് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പെയിൻ്റ് അടിച്ച് മാറ്റാനും പറ്റില്ല. ആ കവിതകൾ ഇന്നും കാണാം. അദ്ദേഹം സദഖത്തുല്ലാഹിൽ കാഹിരി ഇവിടെ നിന്ന് ദർസ് എടുക്കുന്ന സമയത്ത് ഈ കരിങ്കല്ലുകൾ ഖബറിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്ത് പറയുമ്പോൾ കരഞ്ഞു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും തമിഴ്നാട് കായൽ പട്ടണത്തുള്ള കീഴക്കരയിലുള്ള ഒരു ഏർവാടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം. ഇവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട്, ഇവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ. ഇത് നമസ്കാര സമയം ആയതുകൊണ്ടാണ് പള്ളിയുടെ ഉള്ളിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ ഇപ്പോൾ സമ്മതിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു സിയാറത്തിന് വന്ന മുത്തഅല്ലിമീങ്ങളാണ് ഇവിടെ നിസ്കരിക്കുന്നത്. അപ്പോൾ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ഇവിടുത്തെ സൂഫി ഗുരുവിനെ അന്നത്തെ ഭരണാധികാരി ഔറംഗസീബ് ചക്രവർത്തി ഗവർണറാക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും, പക്ഷെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയിട്ടാണ് സുഹൃത്ത് സീതി മരക്കാറിനെ അദ്ദേഹത്തിനെ ഇവിടുത്തെ ബംഗാളിലെ ഗവർണറാക്കിയത്. ഒരുപാട് ഹബീബായ നബിയെക്കുറിച്ച് കവിതകൾ എഴുതിയ വലിയൊരു സൂഫി ഗുരുവാണ് സദഖത്തുല്ലാഹിൽ കാഹിരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൂഫി ഗുരുവായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ കുറിച്ചിട്ട് എഴുതിയൊരു കവിതയാണ് ഖുത്ബിയത്ത് എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഹബീബായ നബിയെക്കുറിച്ച് വർണ്ണിച്ചത്, അതുപോലെ തഫ്സീൽ ബൈലാവിക്കുള്ള വിശദീകരണം, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയൊരു മഹാനാണ്. എന്തായാലും ഞാൻ ഈ പള്ളിയിലേക്ക് ആദ്യമായിട്ട് വരില്ല, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പള്ളിയുടെ വിശേഷം ഒന്ന് പങ്കുവെക്കാൻ തോന്നി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു പള്ളി നേരിട്ട് കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ചരിത്രകാരനോട് പറഞ്ഞത് ഇത് ജിന്നുകൾ നിർമ്മിച്ചതൊന്നുമല്ല, പക്ഷെ ആ കാലത്തെ ക്ഷേത്രത്തിൻ്റെ ഒക്കെ നിർമ്മാണ രീതി, അതിന് മധുര മീനാക്ഷി ക്ഷേത്രം, അങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ ഇതേപോലെ കരിങ്കല്ലുകൾ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചത്. അപ്പോൾ ഇത് പള്ളി ആ കാലത്ത് ഏതൊക്കെയോ കഴിവുള്ള ആളുകൾ വാസ്തുശില്പം അന്നത്തെ രീതിയിലൊരു മാതൃകയിൽ നിർമ്മിച്ചു, അത്രേ കരുതേണ്ടതുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പരക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസം ഇത് ജിന്നുകൾ നിർമ്മിച്ചു എന്നുള്ളതാണ്. കാരണം ഇതൊരു പക്ഷേ മനുഷ്യർക്ക് നിർമ്മിക്കാൻ കഴിയാത്ത അത്ര എക്സൈറ്റഡ് ആക്കുന്നൊരു വാസ്തുവിദ്യ മാതൃകയുള്ളത് കൊണ്ടായിരിക്കണം ജിന്നുകൾ നിർമ്മിച്ചത് എന്ന് കരുതുന്നതെന്നാണ് അദ്ദേഹം എന്നോട് അന്ന് സംസാരിച്ചത്. ഈ പള്ളി അതിമനോഹരമാണ്. ഇതൊരു കാണേണ്ടുന്നൊരു പള്ളിയാണ്. ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഈ പള്ളിയിൽ വന്നിരുന്നാൽ. പള്ളിയുടെ ചുറ്റും നമുക്കിങ്ങനെ നടക്കാം. പള്ളിയുടെ ഉള്ളിന് പുറമെ തന്നെ പള്ളിയുടെ ചുറ്റും എന്ത് ചെയ്യാൻ നടക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ.